അപ്രതീക്ഷിതമായി വന്നു കയറിയ വലിയ തിരക്കായിരുന്നു. അതിൽ കുറേ ബുദ്ധിമുട്ട് അനുഭവിച്ചെങ്കിലും ഞങ്ങൾക്കതൊരു സന്തോഷമായി ഇപ്പോൾ തോന്നുകയാണ്. കാരണം കാരുണ്യയുടെ ഈ പരിപാടിയിൽ ഇത്രത്തോളം ആൾക്കാർ വരിക, ഞങ്ങളോടൊപ്പം സഹകരിക്കുക എന്ന് പറയുന്ന വലിയ കാര്യമാണ്. ഈ മത്സരം ആദ്യമേ പറഞ്ഞതുപോലെ പ്രായ വ്യത്യാസമില്ലാതെയാണ് നടത്തിയെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിന്റെ സമ്മാനങ്ങൾ കിട്ടിയവരിൽ പ്രായം കൂടിയവരുണ്ടാകാം, ചിലപ്പോൾ പ്രായം കുറഞ്ഞ കുട്ടികളുണ്ടാകാം. അത് ജഡ്ജസ് തീരുമാനിച്ചതാണ്. അത് വളരെ സുതാര്യമാണ്. അതിൻ്റെ എല്ലാ റെക്കോർഡ്സുകളും ഞങ്ങൾ കൈകൊണ്ട് ഒരിക്കലും അത്തരത്തിലുള്ള ചിന്ത ആരുടെ മനസ്സിൽ തോന്നരുത്. ഞങ്ങൾക്ക് ഈ പറഞ്ഞ മത്സരാർത്ഥികളുമായി യാതൊരു ബന്ധമോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ല എന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ റിസൾട്ട് പ്രഖ്യാപിക്കുകയാണ്. ആദ്യം മലയാള ഗാനം സ്ത്രീകളുടെ വിഭാഗം. ആ മത്സരത്തിൽ ഒന്നാം സമ്മാനം കിട്ടിയിരിക്കുന്നത് ചെസ് നമ്പർ 458 പവിത്രയ്ക്കാണ് ഒന്നാം സമ്മാനം കിട്ടിയിരിക്കുന്നത്. രണ്ടാം സമ്മാനം ചെസ് നമ്പർ 454 ഭദ്രയ്ക്കാണ് രണ്ടാം സമ്മാനം കിട്ടിയിരിക്കുന്നത്. ഇതാണ് സ്ത്രീകളുടെ വിഭാഗത്തിലെ മത്സര ഫലം. പുരുഷന്മാരുടെ മത്സരഫലം ഒന്നാം സമ്മാനം കിട്ടിയിരിക്കുന്നത് ചെസ് നമ്പർ 447 അമൽ കൃഷ്ണയ്ക്കാണ് ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത്. രണ്ടാം സമ്മാനം 449 ആദിത്യൻ. ഇതാണ് ഈ വിഭാഗത്തിലെ മത്സരഫലം. ഇനിയുള്ളത് ഹിന്ദി തമിഴ് വിഭാഗത്തിൽ സ്ത്രീകളുടെ മത്സരത്തിൽ ഒന്നാം സമ്മാനം ചെസ് നമ്പർ 509 നേഹാജിയ. രണ്ടാം സമ്മാനം ചെസ് നമ്പർ 532 നിവേദിത. ഹിന്ദി തമിഴ് പുരുഷന്മാരുടെ വിഭാഗം ഒന്നാം സമ്മാനം ചെസ് നമ്പർ 535 അമൽ കൃഷ്ണ. രണ്ടാം സമ്മാനം ചെസ് നമ്പർ 555 റജിൻ. മാപ്പിളപ്പാട്ട് സ്ത്രീകളുടെ വിഭാഗം ഒന്നാം സമ്മാനം ചെസ് നമ്പർ 526 മിനിമോൾ. രണ്ടാം സമ്മാനം ചെസ് നമ്പർ 515 ബദറുന്നിസ. മാപ്പിളപ്പാട്ട് പുരുഷന്മാരുടെ വിഭാഗം ഒന്നാം സമ്മാനം ചെസ് നമ്പർ 419 നയാസ്. രണ്ടാം സമ്മാനം ചെസ് നമ്പർ 439 ബിജു വെമ്പാലൻ. എല്ലാ മത്സര വിജയികൾക്കും അഭിനന്ദനങ്ങൾ നേരുന്നു. അതോടൊപ്പം ഇതിൽ പങ്കെടുത്ത എല്ലാവരും നന്നായി പ്രസന്റ് ചെയ്തു. ഒരു കലാസ്വാദകൻ എന്ന രീതിയിൽ വിലയിരുത്തുമ്പോൾ പോലും ജഡ്ജസിന് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വേദിയിലൊന്ന് പറയണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം വളരെ ശക്തമായ മത്സരമായിരുന്നു. നമ്മൾ സാധാരണ കാണുന്ന മത്സരമല്ല. ഒരു ഇളക്കി മറിക്കുന്ന ഒരു മത്സരം പങ്കെടുക്കാൻ വന്നവരും അവരുടെ കൂടെ വന്നവരും എല്ലാം കൂടെ ഞങ്ങൾക്ക് സമ്മാനിച്ചു. അതിൽ വളരെയേറെ സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. എല്ലാ വിജയികൾക്കും അഭിനന്ദനം. ഒപ്പം പങ്കെടുത്ത എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതുമൊക്കെ വാങ്ങി സന്തോഷമായി പോവുക. അടുത്ത പ്രാവശ്യം ഞങ്ങളൊക്കെ സഹകരിക്കുക. വളരെ ഞങ്ങളെ വിഷമിപ്പിക്കുന്ന തരത്തിൽ ഉള്ളൊരു ജഡ്ജ്മെന്റ് അങ്ങനെ തന്നെയായിരുന്നു. അത്രയും നല്ലൊരു അവതരണമായിരുന്നു എല്ലാവരും നടത്തിയത്. അപ്പൊ കുറച്ച് ഞങ്ങളൊന്ന് ബുദ്ധിമുട്ടി. കാരണം ചെറിയ ചില വ്യത്യാസങ്ങൾ കൊണ്ടാണ് ഇതിൽ ഫസ്റ്റ് സെക്കൻഡ് പിന്നെ തുടർന്നുള്ള ഫസ്റ്റും സെക്കൻഡും മാത്രമേ സമ്മാനമായിട്ട് നൽകുന്നുള്ളൂ എന്ന് സംഘാടകർ തീരുമാനിച്ചതാണ്. അത് കഴിഞ്ഞ് ബാക്കിയുള്ളതൊക്കെ നോക്കുകയാണെങ്കിലും വളരെ ചെറിയ മാർക്കിന്റെ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ പെർഫോം ചെയ്തവരൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് മത്സരത്തിന് വേണ്ടി തന്നെ തയ്യാറെടുത്ത് വന്നവരുണ്ടായിരുന്നു.
അത് ഒരല്പം ഉഴപ്പ് കാണിച്ചിട്ടുള്ളവർ, ഞങ്ങളത് ജഡ്ജ് ചെയ്യുന്നതുകൊണ്ട് പറയുന്നതാണ്. ഞാൻ അങ്ങനെയുള്ളവർക്ക് വേണ്ടി, അങ്ങനെയുള്ളവരൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. നമ്മൾ മത്സരത്തിന് പങ്കെടുക്കുമ്പോൾ സെലക്ട് ചെയ്യുന്ന പാട്ട്, ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ ആ ഒരു വളരെ ലാഘവത്തോടെ ഉള്ള പാട്ടുകൾ സെലക്ട് ചെയ്യരുത്. എല്ലാ അർത്ഥത്തിലും വളരെ നിലവാരം പുലർത്തുന്ന പാട്ടുകളായിരിക്കണം. അപ്പോൾ ഞങ്ങളുടെ ജഡ്ജ്മെൻറ്റിൽ അതൊരു പ്രധാന പോയിന്റാണ്. പിന്നെ അവതരിപ്പിക്കുന്ന പാട്ട്, ആ പാട്ടിൻ്റെ വരികൾ പൂർണ്ണമായി ഉൾക്കൊണ്ട് പാടിയെങ്കിൽ മാത്രമേ അതിന് ഭാവസാന്ദ്രമായിട്ട് അത് അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. കാരണം ഏതൊരു പാട്ടും അത് ആവശ്യപ്പെടുന്ന ഒരു ഭാവം ഉണ്ട്. അത് കൃത്യമായിട്ട് നമുക്ക് ധ്വനിപ്പിക്കണമെങ്കിൽ അതിൻ്റെ സാഹിത്യത്തെ നല്ല ബോധത്തോടെ മനസ്സിലാക്കണം. പാട്ടിന് ഒരു സിനിമയുടെ സിറ്റുവേഷന് അനുസൃതമായിട്ടാണ് ഒരു പാട്ട് രൂപപ്പെടുന്നത്. അപ്പോൾ നമ്മൾ അതെല്ലാം ഉൾക്കൊള്ളണം. അങ്ങനെ ഉൾക്കൊണ്ട് പാടിയ പലരും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇത്രയും പേരെ ജഡ്ജ് ചെയ്തതുകൊണ്ട് എല്ലാവരും ആദ്യമായിട്ട് കാണുന്നവരാണ്, മത്സരാർത്ഥികളെയൊക്കെ. അപ്പോൾ അങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്ത് പറയാൻ പറ്റുന്ന കുറേ പേരുണ്ടായിരുന്നു. അങ്ങനെയുള്ളവരോട് ആദ്യമേ തന്നെ ഞങ്ങളുടെ ജഡ്ജസിൻ്റെ സ്നേഹം, സന്തോഷം അറിയിക്കുകയാണ്. കാരണം പുതിയ തലമുറയിൽപ്പെട്ടവരൊക്കെ ഇങ്ങനെ ഇതിനോട് ആത്മാർത്ഥമായിട്ട് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ രംഗത്ത് സജീവമാകുന്നു എന്നറിയുന്നത് കുറച്ച് മുൻപേ നടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെ വലിയ സന്തോഷമാണ്. ഇപ്പം നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് ജഡ്ജ് ചെയ്യുമ്പോഴൊക്കെ ഞങ്ങൾ അങ്ങനെ ഒരു സന്തോഷവും സുഖവും കൂടി അനുഭവിക്കുന്നുണ്ട്. കാരണം പാട്ടിനെ ആരും മറന്നു പോകുന്നില്ല. രാവിലെ നമ്മുടെ പന്തളം ബാലനൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന വേദിയിൽ വളരെ കൃത്യമായിട്ട് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ആ ഓർമ്മകൾ ഉണ്ടാവണം. സംഗീതം ഒരു മരുന്നാണ്, സാന്ത്വനമാണ്, സ്നേഹമാണ്. നമ്മളുടെയൊക്കെ ഒത്തൊരുമയ്ക്കും സാഹോദര്യത്തിനും ഒക്കെ അതിനെയൊക്കെ ഊട്ടി ഉറപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഔഷധം തന്നെയാണ് സംഗീതം. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൻ്റെ തിരക്കുകളിലൊക്കെ ഇങ്ങനെയുള്ള കലാരൂപങ്ങളെ നമ്മൾ കൂടുതൽ മനസ്സിലാക്കുകയും അതിനെ വളരെ ആത്മാർത്ഥതയോടെ ആ കഴിവുള്ളവർ ആത്മാർത്ഥതയോടെ അതിനെ സമീപിക്കുകയും അവതരിപ്പിക്കുകയൊക്കെ ചെയ്യുവാനുള്ള ഒരു മനസ്സ് കാണിക്കണം. തീർച്ചയായിട്ടും ഇന്ന് ഇവിടെ പങ്കെടുത്ത എല്ലാ മത്സരാർത്ഥികൾക്കും ഭാവിയിൽ അവർക്ക് കൂടുതൽ മികച്ച രീതിയിൽ അവരുടെ സംഗീതത്തിനെ അവതരിപ്പിക്കുവാൻ കഴിയുന്ന തരത്തിൽ ആകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. തീർച്ചയായും കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഈ ഒരു സംരംഭത്തിനെ അതിൻ്റെ പൂർണ്ണ പിന്തുണയോടെ, ആശംസയോടെ ഞാനും അഭിനന്ദിക്കുന്നു. നന്ദി, നമസ്കാരം. സമ്മാന വിതരണമാണ്. മലയാള ഗാന വിഭാഗം സ്ത്രീകളുടെ വിഭാഗത്തിലെ ഒന്നാം സമ്മാനം പവിത്ര. ഭദ്രയും സ്ഥലത്തില്ല. അടുത്തതായി മലയാള ഗാന വിഭാഗം പുരുഷന്മാർ ഒന്നാം സ്ഥാനം അമൽ കൃഷ്ണ. രണ്ടാം സമ്മാനം ഈ വിഭാഗത്തിലെ സ്ത്രീകളുടെ വിഭാഗം നേഹാജിയ. എല്ലാവരും നന്നായിട്ട് കൈയടിച്ചു കൊടുക്കണം. നമ്മുടെ കുട്ടികള് സാധനമുള്ള വലിയ കാര്യം തന്നെയാണ്. രണ്ടാം സ്ഥാനം നിവേദിത. ഒന്നാം സ്ഥാനം അമൽ കൃഷ്ണ. കയ്യടി പോരാ, നന്നായിട്ടൊന്ന് കേൾക്കാൻ ഇതൊരു വലിയ മുതൽക്കൂട്ടായി മാറും. രണ്ടാം സ്ഥാനം, ഒന്നാം സ്ഥാനം അമൽ കൃഷ്ണ. രജിൻ.
മാപ്പിളപ്പാട്ട് മിനിമോൾ കൈയടിക്കാൻ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. രണ്ടാം സ്ഥാനം ബദർ നിസ. രണ്ടാം സ്ഥാനം പെട്ടെന്നിരിക്കണേ, മാറണേ ബിജു വെമ്പായം. രണ്ടാം സ്ഥാനം ബിജു വെമ്പായം. നമ്മുടെ അവസാന സമ്മാനമാണ് ബിജു വെമ്പായം. പങ്കെടുത്തിട്ടുള്ള എല്ലാ പേരും പേര് വിളിക്കുന്നില്ല, നിങ്ങൾക്കറിയാം. പങ്കെടുത്തവർ വന്ന് സർട്ടിഫിക്കറ്റുകൾ വരിയായി വന്ന് വാങ്ങിപ്പോയാൽ വളരെ നന്നായി. സർട്ടിഫിക്കറ്റ് വാങ്ങി പോവുകയും ചെയ്യുക. സമ്മാനം കിട്ടാതെയുള്ള പ്രയാസം വേണ്ട. നിങ്ങൾ കാട്ടിയ ഈ ആത്മാർത്ഥമായ സഹകരണത്തിന് വീണ്ടും വീണ്ടും നന്ദി പറയാൻ ഞങ്ങൾ ഈ അവസരം ഉപയോഗിക്കുകയാണ്. തട്ടിയിടരുത്. ഇതൊന്നും ചെയ്തുകൊണ്ടിരിക്കണമെന്ന് കണ്ടുകൂടെ? ഇല്ല, അലക്ഷ്യമാണ്. മാഡം കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. വേദി സമ്മേളനം അവസാനിച്ചിട്ടുള്ള ദയവായി എല്ലാവരും ഒരു 10 മിനിറ്റ് കൂടെ ഈ സീറ്റുകളിൽ അവരവരുടെ സീറ്റുകളിൽ ഇരിക്കുക. അതിനുശേഷം ഇനി ഒരു അഭിപ്രായം, ഒരു നിർദ്ദേശം കമ്മിറ്റി വെക്കുന്നത്, ഈ മത്സരങ്ങളിൽ 1ാം സമ്മാനവും 2ാം സമ്മാനവും നേടിയവർക്ക് ഈ വേദിയിൽ അവരവർക്ക് ഇഷ്ടപ്പെട്ട ഓരോ ഗാനങ്ങൾ ആലപിക്കണം എന്നൊരു അഭ്യർത്ഥനയോടുണ്ട്. ഞങ്ങൾ ഈ സമ്മേളനം കഴിഞ്ഞാലും ഞങ്ങളുടെ ആഘോഷങ്ങൾ അവസാനിക്കുന്നില്ല. ഈദ് ഗാനസന്ധ്യയുണ്ട്, അതിൽ ഞങ്ങളുടെ മെമ്പേഴ്സൊക്കെ പാടുന്നുണ്ട്. അപ്പൊ അതോടൊപ്പം അതിന് നിങ്ങളും പങ്കാളികളാകുക. നിങ്ങൾക്കും ഞങ്ങളുടെ എല്ലാ മാസവും നടത്തുന്ന പരിപാടികളിൽ പങ്കെടുക്കുവാനും ഗാനങ്ങൾ ആലപിക്കാനുള്ള അവസരം ലഭിക്കുകയാണ്. തികച്ചും കലാകാരന്മാരുടെ ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുവാൻ എല്ലാ മേഖലയിലുള്ളവരെയും, പാട്ട് മാത്രമല്ല എല്ലാ മേഖലയിലുള്ളവരെയും മുന്നോട്ട് കൊണ്ടുവരുവാൻ കാരുണ്യ മുന്നോട്ട് വരികയാണ്. നിങ്ങൾ സ്വീകരിക്കുക. എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം ജില്ലയിൽ കരോക്കെ ഗാനാലാപന മത്സരത്തിൽ ഇത്രത്തോളം മത്സരാർത്ഥികൾ പങ്കെടുക്കുന്ന ആദ്യ സംരംഭമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം വേറെ പല സ്ഥലങ്ങളിലും പല രീതിയിലും മത്സരങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഇത്രത്തോളം ജനബാഹുല്യം ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ സുതാര്യതയെ ഞങ്ങൾ വളരെ പ്രാധാന്യത്തോടെ കാണുകയും അതിനുമായി ബന്ധപ്പെട്ട തികച്ചും അർഹരായ ജഡ്ജസ്, അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അവരത് വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയും, നിങ്ങൾക്ക് സ്കോർ ഷീറ്റൊക്കെ നോക്കിയാൽ മനസ്സിലാവും, ചെറിയ ചെറിയ മാർക്കുകളുടെ വ്യത്യാസത്തിലാണ് പലതും പോയിട്ടുള്ളത്. അത് അവരുടെ കഴിവിൻ്റെ ഒരു രീതിയാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് വലിയ ഒരു നേട്ടമായി കാണുന്നു അവിടെ ലഭിച്ചത്. നമുക്കറിയാം, പ്രായം നോക്കാതെ കൊച്ചുകുട്ടികൾ വരെ നമ്മൾ മുന്നിൽ വന്ന് അവരുടെ കഴിവുകൾ മനോഹരമായി പ്രദർശിപ്പിച്ചു പോയി. പക്ഷേ സമ്മാനം 1ഉം 2ഉം നൽകാൻ മാത്രമേ ഞങ്ങൾക്ക് നിർവാഹമുള്ളൂ. അടുത്ത മത്സരത്തിൽ ഞങ്ങൾ വളരെ പ്ലാൻ ചെയ്ത് ഈ കുറവ് പരിഹരിക്കുന്നതാണ്.
ഇനി ആരെങ്കിലും സർട്ടിഫിക്കറ്റ് വാങ്ങാനുണ്ടെങ്കിൽ വന്ന് വാങ്ങിക്കൊണ്ടുപോവുക. കാരുണ്യ റൂറൽ കൾച്ചറൽ ഡെവലപ്മെന്റ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ലോഗോയോടുകൂടി അവരുടെ സെക്രട്ടറി പ്രസിഡന്റ് ഒപ്പിട്ട് സീലോടുകൂടിയുള്ള വാലിഡായ, കാരണം നിങ്ങൾക്ക് എവിടെയും സമർപ്പിക്കാൻ പറ്റുന്ന ഒരു സർട്ടിഫിക്കറ്റാണ്. നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി നസീർ മണക്കാടിനെ ആദരവുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു നന്ദി പ്രകാശിപ്പിക്കാൻ മാത്രമേ ഉള്ളൂ. കാരണം കുറേ കാര്യങ്ങൾ ഇപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു. വളരെ നല്ല രീതിയിൽ സമാപന സമ്മേളനം അവസാനിക്കുകയാണ്. അതിനുശേഷം കലാപരിപാടികളുണ്ട്. ദയവായി ഇരുന്നാൽ ഗാനങ്ങളൊക്കെ ആലപിക്കുന്നുണ്ട്, അതൊക്കെ ആസ്വദിക്കാം. ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുത്ത പ്രധാനപ്പെട്ട വ്യക്തികളായ ഡോക്ടർ എൻ കൃഷ്ണകുമാർ, നമ്മുടെ നിയമസഭാ സെക്രട്ടറി, അദ്ദേഹത്തിന് ഞങ്ങളുടെ സംഘടനയുടെ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമ്മളിവിടെ എത്തി വളരെ കുറച്ച് സമയം ഉണ്ടായിരുന്നുണ്ടെങ്കിലും വളരെ നല്ലൊരു പ്രസംഗവും നമ്മുടെ ഈ ടെലി സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും പുറത്തിറക്കിയ പ്രമോദ് പ്രൈമൻ സാർ, അദ്ദേഹത്തിനും ഞങ്ങൾ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. കൂടാതെ ആശംസകൾ നേരാക്കിയ ശ്രീ ജയരാജ് AR, ചീഫ് മാനേജർ SBI വികാസ് മോഹൻ, ബിഷപ്പ് ഡോക്ടർ സെൽവരാജ് പ്രമോദ്, ബൈബിൾ ഫെയ്ത്ത് മിഷൻ തക്കല കാരുണ്യ രക്ഷാധികാരി കൂടിയായ അദ്ദേഹം, ശ്രീ KS അനിൽ നെയ്യാറ്റിങ്കര KPCCS സംസ്ഥാന ജനറൽ സെക്രട്ടറി, ഇവരെയൊക്കെ വളരെ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. അവർക്കൊക്കെ ഞങ്ങളുടെ സംഘടനയുടെയും നിങ്ങൾ ഓരോരുത്തരുടെയും നന്ദി ഔപചാരികമായി രേഖപ്പെടുത്തുകയും ബാക്കി ഇവിടെ കൂടിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആദ്യമായി ഈദ് ഗാന സന്ധ്യയാണ്. കാരുണ്യയുടെ ഫിലിം സൊസൈറ്റി അംഗങ്ങളും സഹയാത്രികളുടെയും ഗാനങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്.